രഞ്ജിത്തെ, ഞാൻ ഇന്ന് ഫേസ്ബുക്കിലൊരു ലൈവ് വീഡിയോ കണ്ടു. അതായത് നമ്മുടെ സുധിയുടെ മകനായ രാഹുൽ, അതായത് കിച്ചുവിനെതിരെയായിരുന്നു ഈ പറഞ്ഞത് മുഴുവൻ. രാഹുലെ, അതായത് കിച്ചു, ഞാൻ വാ തുറന്നാൽ നീ അകത്തു പോവും, നിന്റെ ഭാവി കൂമ്പടഞ്ഞു പോകും എന്നെല്ലാമാണ് പറയുന്നത്. എന്താണ് ശരിക്കും രേണുസുധി അല്ലെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ കിച്ചുവിൻ്റെ പ്രശ്നം? ഇത് ശരിക്കും നമുക്ക് ഊഹിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ വിഷയം സത്യം പറഞ്ഞാൽ സംസാരിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. കാരണം ഇപ്പോൾ രേണുവിൻ്റെ അവസ്ഥ ക്യാൻസർ പേഷ്യൻ്റാണ്, കീമൊക്കെ കഴിഞ്ഞ് പ്രസ്റ്റിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആ വിഷയം എടുത്ത് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല, എങ്കിൽ കൂടി ഇപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ട് നമുക്കത് സംസാരിക്കേണ്ട ആവശ്യതയുണ്ട്. എന്നാലും രേണുവാണ് ആദ്യം ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത്, കീമോയ്ക്ക് മുമ്പുള്ളൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് കിച്ചു കാണാൻ വന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കിച്ചുവിൻ്റെ വീഡിയോയ്ക്കൊക്കെ താഴെ കുറേ കമൻസ് വന്നിരുന്നു. അപ്പോൾ കിച്ചു ഒരു വീഡിയോ ഇടുന്നു, ഇതേപോലെ എല്ലാവരുടെയും സങ്കടം തീരട്ടെ, ഞാൻ പോയി കാണാം എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കരമായിട്ട് വൈറലാവുന്നു. അത് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, എന്തൊക്കെ വന്നാലും അമ്മയാണ്, വയ്യാതെ ഇറക്കിയാണ്, അപ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംസാര വിഷയമാവുന്നു. അപ്പോൾ അതിനുശേഷം പോയി കണ്ടതിന് ശേഷം, രേണുവിനെ കണ്ടില്ല, കാണാൻ പറ്റിയില്ല, ഹോസ്പിറ്റലിലോട്ട് കയറുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം കിച്ചു വന്നൊരു വീഡിയോ ചെയ്യുന്നു, എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ രേണുസുധി ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിൻ്റെ പേരിലാണ് ഈ സംഭവം. കിച്ചു ചാറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് പറയുന്നുണ്ട്, ഇതിങ്ങനെയുള്ള ഒരാളെ ഇപ്പം നമ്മളെങ്ങനെയാണ് ഋതപ്പിന് പോലും നാണക്കേടാവും, ഒരു ഗതികേടുണ്ടാ പറയുന്നതെന്നൊക്കെ പറഞ്ഞാൽ ചാറ്റിനകത്തുണ്ട്. അപ്പോൾ ഇത് രേണുസുധി തിരിച്ച് റിയാക്ട് ചെയ്യുന്നു. നീ ഇത് കാരണം പോലീസ് സ്റ്റേഷനിൽ പല അതിനകത്ത് കിച്ചുവിൻ്റെ പേര് ഇങ്ങനെ പറയുന്നത് രാഹുൽ ദാസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി രാഹുൽ ദാസ് ആരാന്ന് ചോദിച്ചാൽ പറയും, ഇന്ന പോലീസ് സ്റ്റേഷനിൽ അവിടെ പോയി ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയാം. പിന്നെ നിൻ്റെ പല കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, നിൻ്റെ കോൾ റെക്കോർഡ്, വോയിസ് റെക്കോർഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അത് നമ്മൾ പറയുന്നതിന് എടുക്കുന്നതിന് എന്നെ ഒന്ന് ജീവിക്കാൻ വിടണം, അതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവാതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിന് ഇവർക്കുള്ളിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈ വിഷയം ശരിക്കും പറഞ്ഞാൽ അവർ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, ഇതോടുകൂടി നിർത്തണം എന്നാണ് രേണുസുധി അതിൽ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ ഇത് ഒരു ഭീഷണി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിനു മുമ്പ്, അതായത് എനിക്ക് 1.5 മാസം മുമ്പാന്ന് തോന്നുന്നു, കിച്ചു കാറിനകത്തിരുന്നു ലൈവ് വീഡിയോ ചെയ്തു. അതായത് രേണുസുധിക്കെതിരെ ഒരുപാട് അപഖ്യാതികൾ പറഞ്ഞുണ്ടാക്കിയതായിരുന്നു. അതായത് ഇവരുടെ ആദ്യത്തെ ദാമ്പത്യ കാര്യം, അല്ലെങ്കിൽ ഫസ്റ്റ് മാരേജിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇവരെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്നാണ് രണ്ടു കൂട്ടരും അവിടെ നിന്ന് വിടുന്നു, അതായത് ഒരു ഭാഗത്തിരുന്ന് ലൈവ് വീഡിയോ ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മകൻ അല്ലെങ്കിൽ അടുത്തൊരാൾ എന്ന നിലയിൽ രേണുസുധിയുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു സബ്സ്ക്രിപ്ഷൻ, ആ ഒരു കാര്യം അത് തടയേണ്ടായിരുന്നായിരുന്നു. പക്ഷെ ഇവൻ അത് ഡബിളൊക്കെ അടിച്ചു വിടുകയായിരുന്നു. എന്നിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് രേണു ഇത് കാണിക്കുന്നുണ്ട്. അതായത് തംസപ്പ് കാണിക്കുന്ന ഒരു ഇത്, അതായത് ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തു, ഇതുപോലെ എത്ര ഫോളോവേഴ്സായി, അതുപോലെ എത്ര റവന്യൂ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അത് ഓക്കെ, കൺഗ്രാജുലേഷൻ എന്നുള്ള രീതിയിൽ ഒരു അഭിനന്ദിച്ച് വിടുന്ന ഒരു സംഭവമാണ് കിച്ചുവിൽ നിന്ന് കാണിച്ചു തന്നത്. അതെ, അത് എനിക്കിപ്പം പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ സമയത്ത് പ്രതികരിക്കുന്നത്, അത് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ഒന്നുകിൽ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്ത സമയത്തൊക്കെ കിച്ചുവിന് നേരെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ. ആ സമയത്തൊന്നും പ്രതികരിക്കാതെ ഇപ്പോൾ പ്രതികരിച്ചതിൻ്റെ ഉദ്ദേശം എന്താ? അതാണ് ഞാൻ ഇപ്പോൾ ഒരു ജസ്റ്റ് എന്താ പറയുക, ഒരു 19-20 വയസ്സുള്ള ഒരു പയ്യനാണ്. അപ്പോൾ അവന്റെ കൂടെയുള്ള ഫ്രണ്ട് സർക്കിളുള്ളവര്, അവൻ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് കേട്ടോ, ഇൻഫ്ലുവൻസ് ചെയ്യാം. അതെ, അവന്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. അതായത് അവന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഇതുപോലെ രേണുസുധിയുടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത്, ഇതുപോലെ ഫോട്ടോ എല്ലാം സേവ് ചെയ്ത് ഗാലറി വെച്ച്, എന്താ പറയുക, ഒരു മിസ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളെല്ലാം ഇവൻ കണ്ടു. ഇന്നതാണ് കാരണങ്ങൾ എന്ന് ഈ ഒരു കിച്ചു വന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവൻ ആദ്യം തുടക്കം മുതലേ ഈ ഒരു സാധനത്തിനെ എതിർത്തില്ല എന്ന് വലിയൊരു ചോദ്യമാണ്. അത് വലിയൊരു ചോദ്യം തന്നെ. ഇപ്പൊ താല്പര്യമില്ല ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, കൊച്ചുകുട്ടികൾക്ക് വരെ. അത് മാത്രമല്ല രഞ്ജിത്ത്, ഇപ്പോൾ ഈ വിദേശങ്ങൾ, അതായത് UAE അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി പ്രൊമോഷനും അതുപോലുള്ള ഓരോ പ്രോഗ്രാമുകൾക്കും പോയി ചെയ്യുന്ന ഓരോ ഇവർക്ക് പ്രതിഫലം കിട്ടുമല്ലോ രേണുവിന്. ഇൻഫ്ലുവൻസർ ആണല്ലോ, അത് പോരാണ്ട് ഒരു ചെറിയ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഫാഷൻ മോഡലും എല്ലാമാണ്.
ഇപ്പോൾ ഇതുപോലെ കിട്ടുന്ന ഒരു തുകയുടെ ഒരു ഭാഗം സ്വന്തം മകനായതുകൊണ്ട് ഈ ഒരു കിച്ചുവിന് കൊടുക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടെന്ന് വെട്ടി തുറന്ന് തന്നെയാണ് ഈ രേണു പറയുന്നത്. അതൊരു ഭാഗം. കാരണം ഇപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആ വീഡിയോയിൽ നിന്ന് കിട്ടിയ വരുമാനത്തിനൊന്നും വരെ ഒരു തുക കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ കിച്ചു സ്വന്തം ചാനലിൽ നിന്നുള്ള മണി ഏൺ ചെയ്തിട്ട് നിൽക്കാനുള്ളത്. പക്ഷേ അത് കൊടുത്തതിൻ്റെ ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയാണ്, സ്വന്തം അമ്മയല്ല, വളർത്തമ്മ, അതിൻ്റെയൊക്കെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും കടമകളൊക്കെ കാണും. എങ്കിൽ കൂടി ഇവർ ഈ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. അതായത് ഇപ്പോൾ രേണു ഇപ്പോൾ കീമോ ഒക്കെ ആയിട്ട് കുറച്ച് തളർച്ചയിലാണ്, അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പറ്റില്ല, 4th സ്റ്റേജ് അങ്ങനെ എന്താ ഞാൻ കേട്ടത്. അപ്പോൾ ആ സമയത്ത് കിച്ചു ഇങ്ങനെ വരുന്നു, കിച്ചുവിനെതിരെ മറുപടിയായിട്ട് രേണുസുതി വരുന്നു. ഇത് വീണ്ടും ചർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ശരിക്കും ഇവരുടെ ഉദ്ദേശം മണി ഏൺ ചെയ്യാനുള്ളതാണോ? അത് ഞാൻ അതെ, അതാണ് വിഷയം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ എടുത്തിട്ട് ഓരോ കണ്ടന്റുകളാക്കി ആ കണ്ടന്റ് കാണാനുള്ള വ്യൂസ് ഉണ്ട്, ആൾക്കാരുണ്ട്, വ്യൂവേഴ്സ് ഉണ്ട്. ഈ വ്യൂവേഴ്സ് കാണുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു തള്ളിക്കയറ്റം വരുന്നതനുസരിച്ച് ഇവർക്ക് ഈ മാക്സിമം റവന്യൂ ഉണ്ടാകും. അങ്ങനെ മേലനങ്ങാതെ ജീവിക്കുന്ന അല്ലെങ്കിൽ മേലനങ്ങാതെ കാശുണ്ടാക്കുന്ന പരിപാടിയാണ് രണ്ടുപേരും 2 വശത്തിരുന്ന് കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ കാണാം, ഇപ്പോൾ ഈ ഒരു രേണുവിൻ്റെ ഒരു ക്യാൻസർ എല്ലാം ക്യൂർ ചെയ്ത് 1 വർഷത്തിന് ശേഷം ഈ തൻ്റെ തെറ്റുകളെല്ലാം തിരിച്ച് അറിഞ്ഞ് അമ്മയിലേക്ക് എത്തുന്ന കിച്ചു എന്നുള്ളൊരു ക്യാപ്ഷനോടെ ഒരു വീഡിയോ 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം വന്നാൽ ഇത്ര നാളും അവർ രണ്ടുപേരും ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ വിഷയം എടുത്തിട്ട് ചർച്ച ചെയ്ത ഞാനും രഞ്ജിത്തും അവിടെ മണ്ടന്മാരായില്ലേ? അതെ, നമ്മൾ ഉൾപ്പെടെയുള്ള എനിക്ക് അത് ഞാനിപ്പോൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞു. നമ്മൾ 2-3 ഡൗട്ട് ചോദിച്ചു. ഒന്നാമത്തെ കാര്യം, കിച്ചു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് എതിർത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല ഇത് വേണ്ട, ഇത് താല്പര്യമില്ല, കാരണം ഋതപ്പൻ ഒക്കെ ഉള്ളതാണ്, ആ കുട്ടികൾക്ക് മോശമായിട്ട് സംഭവിക്കും, ഇതന്നും അറിയാം, അന്നത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ സമയത്ത് അത് എടുത്തിട്ടത് മോശമെന്ന് എനിക്ക് പറയുള്ളൂ. അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഒന്നാമത് ആ സമയത്ത് അത് പറയണമായിരുന്നു. സബ്സ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആ സമയത്ത് ഗുഡ് എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ചാറ്റ് കണ്ടില്ലായിരുന്നു, സപ്പോർട്ട് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് 180 ചാർജ് പെർ മന്ത് എന്നുള്ളത് രേണു പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അതെ 150 രൂപ എനിക്ക് താട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു വ്യക്തി, ആ സമയത്ത് ഒരു തരത്തിലുള്ള എതിർപ്പും കാണിക്കാത്തൊരു വ്യക്തി പെട്ടെന്ന് വന്നിട്ട് ഈ സമയത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇതാക്കും. അപ്പോൾ അത് എനിക്ക് മോശം എന്നേ പറയുള്ളൂ. കാരണം കിച്ചു ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യമല്ല, അത് ചെയ്യാമായിരുന്നു എപ്പോൾ തുടക്കത്തിൽ തന്നെ. ഞാനിത് വേറൊരു കാര്യം ചോദിക്കാം. അതായത് വെറും 18 അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു പയ്യൻ, ഈ ഒരു പയ്യനുള്ള ഒരു വകതിരിവ് ഈ ഒരു രേണുവിന് ഉണ്ടാവില്ലേ? അതായത് ഇതുപോലെ സബ്സ്ക്രിപ്ഷനിലെ കണ്ടന്റുകളെല്ലാം ഇതാവണം എന്ന്, മെയിനായിട്ടുള്ള കണ്ടന്റ്സ് ഇതെല്ലാം ആണെന്ന് അറിയാത്ത ആളല്ല രേണു. അപ്പോൾ മനഃപൂർവ്വം എടുത്താടി അല്ലെങ്കിൽ എടുത്ത് തല വെച്ച് കൊടുത്ത ആളാണ് രേണുസുതി, അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഫോർമേഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന നിലയ്ക്കുള്ള കണ്ടന്റ് ഫോർമേഷനാണ്. ഇപ്പോൾ ഈ ഒരു കേരളത്തിൽ ഇതുപോലെ പൊതുകാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ ആണവ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് താല്പര്യം. ഇതുപോലത്തുള്ള അന്യൻ്റെ വീട്ടിലെ അടുക്കള രഹസ്യങ്ങളാണ്. അപ്പോൾ ഇവരായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ ഉണ്ടാക്കി ഓരോ ദിവസവും ഓരോ കണ്ടന്റ് ആക്കി ലൈവ് വീഡിയോ ചെയ്യുമ്പോൾ അതിന് ആ ഒരു സാധ്യത മലയാളികൾ വേണ്ടാന്ന് വെക്കുന്നില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. ചിലപ്പോൾ ആവശ്യത്തിന് വ്യൂസും കാര്യങ്ങളും എല്ലാവരും ഉണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ റവന്യൂ. അതെ, ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാം, സോഷ്യൽ മീഡിയ ഉണ്ടോ അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനൊരു ഇതിലോട്ട് പോകുന്നില്ല. എങ്കിൽ കൂടിയും ഇതിപ്പോൾ അവർ എടുത്തിടേണ്ട വിഷയമല്ല. രണ്ടുപേരും കുറച്ചുകൂടി മെച്ചുവേർഡായിട്ട് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അതായത് തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു കിച്ചുവിൻ്റെ വകതിരിവ് അല്ലെങ്കിൽ പക്വത, അത് ഈ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ 2 കുട്ടികളുടെ അമ്മയായ രേണുസുതിയിൽ നിന്നുണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം.